ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ മലയാളം നന്മപ്പൂക്കൾ എന്ന പാഠഭാഗത്തെ പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം മക്കള് ഈ പാഠഭാഗം ഒന്നോ രണ്ടോ തവണ വായിക്കുക. ഇനി നമുക്ക് പ്രവർത്തനങ്ങൾ നോക്കാം. ആദ്യത്തെ പ്രവർത്തനം ഞങ്ങളുടെ ചിത്രകഥ. നന്മപ്പൂക്കൾ എന്ന കഥയിലെ സന്ദർഭങ്ങൾ പറയൂ. മിറിയുടെ സന്തോഷം നിറഞ്ഞ വീട്, പെട്ടെന്നുണ്ടായ ഭൂകമ്പം. ഇനിയും ധാരാളം സന്ദർഭങ്ങൾ കഥയിൽ നിന്ന് കണ്ടെത്താമല്ലോ. അവ ക്രമപ്പെടുത്തി എഴുതുക. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട മിറി, തെരുവോരത്തിരുന്ന് ഷൂ വൃത്തിയാക്കുന്ന മിറി, മനോഹരമായ ചൂട് കുപ്പായങ്ങൾ വാങ്ങി മിറിയുടെ അടുത്തെത്തുന്ന കൂട്ടുകാർ, ദിവസവും മിറിക്ക് പാഠങ്ങൾ പറഞ്ഞുകൊടുക്കുന്ന കൂട്ടുകാർ, മിറിയെ കാണാനെത്തുന്ന അധ്യാപകർ. അടുത്തത് മിറിയുടെ കഥ ഒരു ചിത്രകഥയാക്കിയാലോ. ഓരോ ഗ്രൂപ്പും ചിത്രകഥ തയ്യാറാക്കണം. തയ്യാറാക്കിയ ചിത്രകഥകൾ കൈമാറി വിലയിരുത്തുകയും വേണം. നമുക്ക് ഈ പ്രവർത്തനം ചെയ്തേക്കാം. ആദ്യത്തേത് അന്തയാണ് കുഞ്ഞുമേറി. അവൾക്ക് അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ട്. അടുത്തത് മെറി മോളെ, ഈ പൂവിന് എന്തു മണമാണ് നോക്കൂ. ശരിയാണച്ചാ. അടുത്തത് മിറിയുടെ അച്ഛനും അമ്മയും ജോലിക്ക് പോകാൻ ഇറങ്ങി. മിറി, മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ ഇവിടെ ഇരുന്നവളെ, എങ്ങോട്ടും പോകരുതേ. ശരി അമ്മ, ശരി അച്ഛ. അല്പസമയം കഴിഞ്ഞ് നഗരത്തിൽ അതിശക്തിയായ ഭൂകമ്പം. 1000-ലേറെ ആളുകൾ കൊല്ലപ്പെട്ടു. അയ്യോ, ഇനി ഞങ്ങൾ എന്തു ചെയ്യും? എൻ്റെ അച്ഛനും അമ്മയുമായിരുന്നു എൻ്റെ കണ്ണുകൾ. ഞാൻ ഇപ്പോഴാണ് അത് തിരിച്ചറിയുന്നത്. ഈ ജോലി ചെയ്ത് കിട്ടുന്ന പണം കൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിക്കും കമ്പിളിയുടുപ്പ് വാങ്ങണം. പാവം കുട്ടി, ഇത്ര ചെറുപ്പത്തില് ഇത്ര കഷ്ടപ്പാടാണല്ലോ. കഷ്ടം. മിറിയെ എങ്ങനെയെങ്കിലും സഹായിക്കണം. ഇതാ എൻ്റെ സമ്പാദ്യം, ഞാനും കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ സൈക്കിൾ വാങ്ങാനിരുന്നതാ, പക്ഷേ മിറിയുടെ കഷ്ടപ്പാട് മാറട്ടെ ആദ്യം. മിറി മോൾക്ക് ഇനി ഞങ്ങളെല്ലാവരും ഉണ്ട്, വിഷമിക്കേണ്ട. അടുത്ത പ്രവർത്തനം നാടകം കളിക്കാം. ചിത്രകഥ തയ്യാറാക്കുന്നതിനായി സന്ദർഭങ്ങൾ കണ്ടെത്തിയല്ലോ. ഇവ ചേർത്ത് ഒരു നാടകം കളിച്ചാലോ. എന്തെല്ലാം ഒരുക്കങ്ങൾ വേണം? നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് രംഗങ്ങളും കഥാപാത്രങ്ങളും സംഭാഷണങ്ങളും ഒക്കെ കൂട്ടിച്ചേർക്കാം. ആവശ്യമായ ഒരുക്കങ്ങൾക്കു ശേഷം ഓരോ ഗ്രൂപ്പും നാടകം അവതരിപ്പിക്കണം. മികവുകളും പരിമിതികളും ചർച്ച ചെയ്യുമല്ലോ. അപ്പൊ നമുക്ക് ഈ പ്രവർത്തനം ഒന്ന് ചെയ്തു നോക്കിയാലോ. രംഗം 1. മിറിയുടെ വീട്. സന്തോഷകരമായ അന്തരീക്ഷം. മിറിയുടെ അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം ചേർന്ന കൊച്ചു വീട്. അച്ഛൻ, മോളെ, നീ ഇന്ന് നേരത്തെ ഉണർന്നോ? ഞാനും അമ്മയും ജോലിക്ക് പോകുകയാണ്. മുത്തശ്ശനെയും മുത്തശ്ശിയെയും ശ്രദ്ധിക്കണം. മിറി, ശരി അച്ഛാ, ഞാൻ എല്ലാം നോക്കിക്കോളാം. മിറി സ്കൂളിൽ പോകാൻ ഒരുങ്ങുന്നു. മുത്തശ്ശനും മുത്തശ്ശിയും അവളെ സഹായിക്കുന്നു. മിറി, മുത്തശ്ശ, മുത്തശ്ശി, ഞാൻ സ്കൂളിൽ പോകുക. ഞാൻ വേഗം ഓടി വരാം കേട്ടോ. മുത്തശ്ശി, പോയി വാ മോളെ, പോകുന്ന വഴിയിൽ ശ്രദ്ധിക്കണേ. മിറി, അത് സാരമില്ല മുത്തശ്ശി, എന്റെ കൂട്ടുകാരൊക്കെ ഇല്ലേ. അപ്പോൾ കൂട്ടുകാർ മിറിയെ കൂട്ടാനെത്തി. മിറി അവരുടെ കൈ പിടിച്ച് നടന്നു നീങ്ങുന്നു. രംഗം 2. സ്കൂൾ കഴിഞ്ഞ് മടങ്ങിയെത്തിയ മിറി അച്ഛനെയും അമ്മയെയും കാത്തിരിക്കുന്നു. മിറി, മുത്തശ്ശി, അച്ഛനും അമ്മയും എന്താണ് വൈകുന്നത്? എന്നും നേരത്തെ വരുന്നതാണല്ലോ. മുത്തശ്ശി, അവർ വന്നോളും, മോള് വിഷമിക്കേണ്ട. അപ്പോൾ ടിവിയിൽ ഒരു വാർത്ത കണ്ടു. പട്ടണം പൊട്ടിപ്പിളർന്ന് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചിരിക്കുന്നു. മുത്തശ്ശി, ചതിച്ചല്ലോ ദൈവമേ എൻ്റെ മക്കൾ. മിറി, അയ്യോ, എൻ്റെ അച്ഛനും അമ്മയും. അവൾ പൊട്ടിക്കരയുന്നു. രംഗം 3. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മിറിയുടെ വീട്. മിറി, ഞാൻ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. മുത്തച്ഛനെയും മുത്തശ്ശിയെയും സംരക്ഷിക്കണം. എന്തെങ്കിലും ജോലി നോക്കണം. രംഗം 4. പുതിയ സ്കൂൾ വർഷം. മിറിയെ കൂട്ടാൻ കൂട്ടുകാർ എത്തുന്നു. തെരുവിലിരുന്ന് ഷൂ വൃത്തിയാക്കുന്ന മിറിയെ അവർ കാണുന്നു. മിറിയുടെ കൂട്ടുകാരികൾ, അയ്യോ മിറി, നീ എന്താണ് ഇവിടെ? മിറി, ഞങ്ങൾക്കു ജീവിക്കണ്ടേ, തണുപ്പുകാലമല്ലേ. മുത്തശ്ശനും മുത്തശ്ശിക്കും ചൂട് കുപ്പായം വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഈ തണുപ്പിൽ അവർ മരവിച്ചു മരിച്ചു പോകും. കൂട്ടുകാരികൾ, സാരമില്ല, ഞങ്ങളൊക്കെ ഇല്ലേ, നീ വിഷമിക്കരുത്. രംഗം 5. മിറിയുടെ വീട്. കൂട്ടുകാരികൾ 2 ചൂടുകുപ്പായവും വാങ്ങി എത്തിയിരിക്കുന്നു. കൂട്ടുകാരികൾ, മിറി,
ഇതാ മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടി ഞങ്ങൾ വാങ്ങിയ ചൂട് കുപ്പായങ്ങൾ. മിറി, നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. കൂട്ടുകാരികൾ, ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ നിന്റെ കൂട്ടുകാരികൾ എന്ന് പറയുന്നതിൽ എന്തർത്ഥം? മിറി, നന്ദിയുണ്ട് എല്ലാവർക്കും. കൂട്ടുകാരികൾ, പരീക്ഷയ്ക്കുള്ള പാഠഭാഗങ്ങളും നിന്നെ ഞങ്ങൾ പഠിപ്പിക്കാം. മിറി, നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ ഞാൻ തലകുനിക്കുന്നു. കവിതയരങ്ങ്. കളിയല്ല കളി എന്ന യൂണിറ്റിലും ഈ യൂണിറ്റിലും പഠിച്ച കവിതകളും ക്ലാസ് ലൈബ്രറിയിലും അടുത്തുള്ള വായനശാലയിലും ഉള്ള കവിതാ സമാഹാരങ്ങളിൽ നിന്നും ശേഖരിച്ച സമാന കവിതകളും ചേർത്ത് ഒരു കവിതയരങ്ങ് നടത്തൂ. ഒറ്റയ്ക്കും സംഘമായും ചൊല്ലാം. നമുക്ക് ഈ പ്രവർത്തനം ഒന്ന് നോക്കാം. പട്ടം. പട്ടം പറത്തുന്നു ചേട്ടൻ ഇപ്പോൾ, കൂട്ടുകാരൊത്തു വെളിസ്ഥലത്തിൽ വെട്ടിവലിക്കുന്നു നൂല് ചേട്ടൻ. പട്ടമുയരുന്നു പക്ഷി പോലെ, ആ നൂലിലൂടെ നടന്നു പോയാൽ മാനത്തു ചെല്ലാൻ എളുപ്പമല്ലോ. മേഘത്തിൽ മീതെ കിടന്നുരുളാം, മോളിൽ പോയി സൂര്യനെ തൊട്ടു നോക്കാം. MP അപ്പൻ. അടുത്തത് 1, 2, 3. ഒന്നാകും ഞാനിക്കൊറ്റയ്ക്കിരുന്നാൽ, രണ്ടാകും അമ്മയും ഞാനുമായാൽ, മൂന്നാകും അച്ഛനും ചേർന്നു നിന്നാൽ, നാലാകും ചേച്ചിയും കൂടിയായാൽ, അഞ്ചാകും ചേട്ടനും ഒത്തു നിന്നാൽ, ആറാകും എൻ പാവ കൂടിയായാൽ, ഏഴാകും എൻ നായ്ക്കിടാവു ചേർന്നാൽ, എട്ടാകും എൻ പൂച്ച കൂടിയായാൽ, ഒമ്പതാമെൻ്റെ കുഞ്ഞു ചേർന്നാൽ, പത്താം അതിൽ തള്ളയാടുമൊത്താൽ. MP അപ്പൻ. അടുത്തത് കൂട്ടുകാരെ. മഴ ചൊരിഞ്ഞു പുഴ കവിഞ്ഞു, പുഴ കടക്കാൻ പുതിയ തോണി, പുതിയ തോണി തുഴഞ്ഞു പോകാൻ തുണ വരുമോ കൂട്ടുകാരെ. കഥ പറയും കൂട്ടുകാരെ, കളി പറയും കൂട്ടുകാരെ. ONV. അപ്പോൾ നന്മപ്പൂക്കൾ എന്ന പാഠഭാഗത്തെ പ്രവർത്തനങ്ങളെല്ലാം നമ്മളിന്ന് ചെയ്ത് നോക്കി. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.